തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ എനിക്ക് പോയി അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾ പോയി ഒരു അന്വേഷണം നടത്തുക. അന്വേഷണാത്മകമായ പാർട്ടി പത്രപ്രവർത്തകരല്ലേ, നിങ്ങളവിടെ പോയി നോക്ക്. തങ്കമണി ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടോ, ഞാൻ അവിടെ ഏതെങ്കിലും സാമ്പത്തിക ക്രയവിക്രയം നടത്തുന്നുണ്ടോ, അവിടെ പോയി പരിശോധിച്ച് നിങ്ങളെടുത്തോ. അയാൾക്കിപ്പോൾ വേറെ താല്പര്യം കാണും. അയാളുടെ താല്പര്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അയാൾ ചില ആളുകളുടെ ഉപജാപ സംഘത്തിൽ കേസ് വന്നപ്പോൾ എന്നോട് അയാളെ സഹായം അഭ്യർത്ഥിച്ചു വന്നു. ഇത്തരം തട്ടിപ്പ് കേസിനെ സഹായിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പറഞ്ഞു. കേസ് ഫയൽ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞിട്ടാണോ അയാളുടെ ചില ഉപജാപ സംഘങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനെ കേസുണ്ട് സഹായിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. കാരണം ഇത്തരം തട്ടിപ്പ് കയറിയാൽ സഹായിക്കാൻ പറ്റില്ല, ഞാൻ ആ കേസിനകത്ത് ഇടപെടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തല്ലോ. ക്രൈം എടുത്തപ്പോൾ തന്നെയാണ് അവരുടെ ചില ആളുകൾ എന്നെ വന്ന് ഇങ്ങനെ സംഭവമുണ്ട്, എനിക്ക് ഇടപെടാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കേസാണ്, ഞാൻ അവിടെ പോയി എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്, അതേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എനിക്ക് ആരുടെയും കാശ് മേടിക്കുന്ന കാര്യമില്ലെന്ന് ഞാൻ ഇന്നലെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു. ഞാനൊന്ന് വ്യക്തിപരമായി ആരോടും പൈസ മേടിക്കുന്ന ആളല്ല. ഒരാളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി പൈസ സ്വീകരിക്കേണ്ട ഒരു പാർട്ടിയില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഇതിൻ്റെ സംഘടനാപരമായ ചിറ്റക്കെട്ട് എന്താണെന്ന് ഞാനിന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തങ്കമണിയിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ പോയി അന്വേഷിക്കാൻ. അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് എവിടെയെല്ലാം അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. അതും അങ്ങനെയില്ല. അത് തങ്കമണി ബാങ്കിൽ പാർട്ടിക്കോട്ട് അക്കൗണ്ടും ഇല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് തങ്കമണി അക്കൗണ്ടില്ല, അത് കറക്റ്റാണ്. പിന്നെ ഞങ്ങളുടെ അക്കൗണ്ട് എവിടെയൊക്കെയാണ് ഞങ്ങൾ പാർട്ടി സാമ്പത്തിക അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം, അതിപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിന്നലെ പറഞ്ഞല്ലോ നിയമ നടപടി എന്നെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ സുവ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ബാങ്കിൽ അക്കൗണ്ടില്ല. ഇനി തങ്കമണിയിലുണ്ട്, നിങ്ങൾ തങ്കമണി പോയി കണ്ടെത്തിക്കോളാൻ. അവിടെ ചെന്ന് അവരോട് ചോദിച്ചാൽ പറയല്ലേ, ഒരു വിവരാവശ്യം വെച്ച് നിങ്ങൾ കത്ത് കൊടുക്കുക. ഞാൻ സന്തോഷം മലയാളത്തിലല്ല പറഞ്ഞത്. എനിക്ക് ഒരാളുകളോടും ഞാൻ പേഴ്സണലായി പണം മേടിക്കുന്ന ആളല്ല, ഒരാളുകളോടും മേടിക്കാറില്ല. പിന്നെ അയാളെ തട്ടിപ്പ് കേസിൻ്റെ ഭാഗമായി അയാൾ വന്നു. ഇന്നലെ നിങ്ങൾ മൂലമറ്റം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കൃത്യമായി പറഞ്ഞു. മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഞങ്ങൾ ഏരിയ കമ്മിറ്റി ടു DC ആയിട്ട് ബന്ധമുള്ളൂ സാമ്പത്തിക ഇടപാട്. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചപ്പം അവർ DC അക്കൗണ്ട് കൊടുത്തു. അതിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവൻ്റെ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ ഇവിടെ അക്കൗണ്ടിലേക്ക് വന്നെന്ന് ഞാനിത് പറഞ്ഞില്ലേ. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. പിന്നെ എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തങ്കമണി പോയി പരിശോധിച്ചോളാൻ. പിന്നെ ഞങ്ങൾക്ക് CPM-നോട് അക്കൗണ്ട് ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാ. നിങ്ങൾ ഇവിടെ വന്നില്ലേ ആ തങ്കമണി ബാങ്കിൽ പോയി എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പരിശോധിച്ചോ. ഞാൻ ഇന്നലെ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇതൊക്കെ സംബന്ധിച്ച് ഇന്നലെ നിങ്ങൾ പത്രിക വന്ന് പറഞ്ഞു. എനിക്ക് സ്വകാര്യ അക്കൗണ്ടോ ഞാൻ ആരെങ്കിലും സ്വകാര്യമായ പണമിടപാടോ നടത്താറില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലൂടെ അങ്ങനെയാണ് പണം പിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ചു മൂലമറ്റം ഏരിയ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായി ക്ലിയറായി ഉത്തരം പറഞ്ഞു. എവിടെ? മൂലമറ്റം ഏരിയ കമ്മിറ്റി അവർ പോയി പണം സമാഹരിച്ചപ്പോൾ അവിടെ അക്കൗണ്ട് കൊടുത്ത് ആ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ ഒക്കെ ഞങ്ങൾക്ക് കണക്കുണ്ടെന്ന്. അത് ഈ തട്ടിപ്പുള്ള സമയത്തൊന്നുമല്ല. ഇയാളെ തട്ടിപ്പോകുന്ന സംഭവമാണെന്ന് അറിയുന്ന കാര്യമില്ല. തട്ടിപ്പുകാരനാണെന്നുണ്ട് 6-ാം തീയതി അറിഞ്ഞത്. പിന്നെ അയാളിപ്പോൾ എന്തെങ്കിലും പറയുന്നതിനെല്ലാം പുറകെ നടന്നു, ഒരു തട്ടിപ്പുകാരൻ പറഞ്ഞു നടന്ന് നമ്മൾ മറുപടി വരേണ്ട കാര്യം എന്താ? അത് തെളിയിക്കട്ടെ, അന്വേഷണമുണ്ട്. ഇനി നിങ്ങൾ ഇന്ന് രാവിലെ വന്ന് തങ്കമണി എനിക്ക് അക്കൗണ്ട്, നിങ്ങൾ ഒരു മെനക്കെടും വേണ്ട. നേരെ ഇവിടുന്ന് 13 കിലോമീറ്ററേ ഉള്ളൂ. ആ 13 കിലോമീറ്റർ നിങ്ങൾ സത്യസന്ധമായ മാധ്യമപ്രവർത്തകരാണെങ്കിൽ നിങ്ങളിനിയും വിശ്വാസമില്ല, നിങ്ങൾ അവിടെ പോയി ചോദിര്, വളരെ കൃത്യമായി വിവരം തരും. ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ വന്നാലേ അതിൽ അവിടെ പോയി അന്വേഷിക്കാം.